സർ ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ്. അധ്യായം 1. മഞ്ഞ നിറമുള്ള മുഖം. ആ വീട് മുഴുവൻ ശാന്തവും ശൂന്യവുമായിരുന്നു. താഴത്തെ നിലയിൽ ഒന്നും തന്നെ കണ്ടില്ല. അടുക്കളയിൽ ഒരു കെറ്റിലിൽ വെള്ളം തിളയ്ക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. താഴെ ഒരു കരിമ്പൂച്ച ചുരുണ്ടുകൂടി കുട്ടയിൽ കിടക്കുന്നു. നേരത്തെ കണ്ട സ്ത്രീ അവിടെയെല്ലാം നോക്കി, എവിടെയും കണ്ടില്ല. അടുത്ത മുറിയും ശൂന്യം. പിന്നെ മുകളിൽ കയറി 2 മുറികളും പരിശോധിച്ചു. എല്ലാം ശൂന്യം. അവിടെ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഒരാളെയും കാണാനായില്ല. മഞ്ഞമുഖം തെളിഞ്ഞു നിന്ന ജനലുള്ള മുറിയൊഴികെ എല്ലാ മുറികളിലും തരം താണ ചിത്രങ്ങളും ഗൃഹോപകരണങ്ങളും മാത്രം. ആ മുറിയിലാവട്ടെ എൻ്റെ ഭാര്യയുടെ ചിത്രം ഷെൽഫിന് മുകളിൽ വെച്ചിരിക്കുന്നു. മുറി നന്നായി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ചിത്രം അവളുടെ ആവശ്യപ്രകാരം 3 മാസം മുമ്പ് എടുപ്പിച്ചതായിരുന്നു. എൻ്റെ സംശയം ജ്വലിക്കുന്ന അമർഷമായി മാറി. വീട് പൂർണ്ണമായും വിജനമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി ഞാൻ ഭാരമേറിയ ഹൃദയവുമായി വീട്ടിലേക്ക് മടങ്ങി. മുകളിലത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ വരുവാൻ ശ്രമം നടത്തി. മുറിയിലേക്ക് കടന്ന് വാതിലടയ്ക്കുന്നതിന് മുമ്പായി അവളും അകത്ത് കിടന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു ജാക്ക്. ഞാൻ എൻ്റെ വാക്കു തെറ്റിച്ചു, അവൾ പറഞ്ഞു. പക്ഷെ എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ താങ്കൾക്ക് എന്നോട് ക്ഷമിക്കാതിരിക്കാനാവില്ല. എങ്കിലെല്ലാം എന്നോട് തുറന്നു പറയൂ. ഇപ്പോഴില്ല ജാക്ക്, ഇപ്പോൾ ഒന്നും തന്നെ ചോദിക്കരുത്. അവിടെ ആരെയാണ് നീ കാണാൻ പോയതെന്നും ആർക്കാണ് ആ ചിത്രം സമ്മാനിച്ചതെന്നും അറിയാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത്രയും പറഞ്ഞ് അമർത്തിച്ചവിട്ടി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. അത് ഇന്നലെയായിരുന്നു. അതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വീണ ആദ്യത്തെ സംശയത്തിൻ്റെ നിഴലാണ് ഇത്. ഇനി എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ ആണ് ഞാൻ താങ്കളെക്കുറിച്ച് ഓർത്തതും അങ്ങയുടെ ഉപദേശം നേടാൻ തോന്നിയതും. ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്നും മോചനത്തിനായി ഇനി എന്ത് ചെയ്യണമെന്ന് ദയവായി പറഞ്ഞു തരൂ. എന്തെങ്കിലും ഇനിയും വിശദമാക്കാനുണ്ടെങ്കിൽ ദയവായി ചോദിച്ചാലും. എങ്ങനെയെങ്കിലും എന്നെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റു. ഹോംസും ഞാനും ഈ വിവരണം മുഴുവൻ കേട്ടിരുന്നു. ഒതുക്കമില്ലാതെ, സംഭവങ്ങൾക്ക് പ്രത്യേക അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഇയാൾ ഇത്ര നേരവും സംസാരിച്ചത്. ഹോംസ് അല്പനേരം താടിക്ക് കൈയും കൊടുത്ത് ചിന്തിച്ചിരുന്നു. പറയൂ, താങ്കൾ കണ്ടത് ഒരു മനുഷ്യമുഖം തന്നെയാണോ? ഹോംസ് ചോദിച്ചു. എല്ലായ്പ്പോഴും കുറച്ച് അകലെ നിന്ന് മാത്രമാണ് ഞാനത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയുക വയ്യ. എന്നാലും താങ്കൾക്ക് ആ മുഖം ഓർക്കുന്നത് വെറുപ്പാണല്ലേ? അതിന് സ്വാഭാവികമല്ലാത്തൊരു നിറവും വികാരമില്ലാത്തൊരു മുഖഭാവവും ഉണ്ടായിരുന്നു. നോക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാവുകയും ചെയ്യുമായിരുന്നു, ഒരു ഞെട്ടലോടെ. താങ്കളുടെ ഭാര്യ 100 പൗണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഏതാണ്ട് 2 മാസം. എന്തെങ്കിലും താങ്കൾ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ കണ്ടിരുന്നോ? ഇല്ല. അയാളുടെ മരണശേഷം അധികം താമസിയാതെ തന്നെ അറ്റ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ എല്ലാം നശിച്ചുപോയി. എന്നിട്ടും അവരുടെ കയ്യിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് താങ്കൾ കാണുകയും ചെയ്തു. അതവൾ പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാണ്. അമേരിക്കയിൽ അവരെ പരിചയമുള്ള ആരെയെങ്കിലും താങ്കൾ കണ്ടുമുട്ടുകയുണ്ടായോ? ഇല്ല. എപ്പോഴെങ്കിലും അവർക്ക് വീണ്ടും അവിടെ പോകണമെന്ന് പറയുകയുണ്ടായോ? ഇല്ല. എന്തെങ്കിലും കത്തിടപാടുകൾ അവിടെ നിന്ന് എൻ്റെ അറിവിലില്ല. താങ്ക് യു മിസ്റ്റർ ജാക്ക്. ഇനി നമ്മൾക്ക് സംഭവത്തിലേക്ക് മടങ്ങി വരാം. ആ വീട് വിജനമാണെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് വീട്ടിലുള്ളവർ മാറിക്കളഞ്ഞതാണെന്നാണ്. അങ്ങനെയെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാം. താങ്കൾ നോർബുറിയിലേക്ക് ഉടനെ തിരിച്ചു പോകണം. അവിടെ പോയി ആ ജനാലകൾ പുറത്തുനിന്ന് നിരീക്ഷിക്കുക. അവർ മടങ്ങിയെത്തിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് തള്ളിക്കയറുകയൊന്നും ചെയ്യരുത്. പകരം ഞങ്ങളെ വിവരം അറിയിക്കുക. ഒരു കേബിൾ അയച്ചാൽ മതിയാവും. 1 മണിക്കൂറിനകം ഞങ്ങൾ അവിടെ എത്തിക്കൊള്ളാം. ഈ പ്രശ്നങ്ങൾക്ക് ഒരവസാനം കണ്ടെത്തുകയും ചെയ്യാം. അതൊരു ഒഴിഞ്ഞ വീടാണെങ്കിൽ എങ്കിൽ ഞാൻ നാളെ അവിടെ എത്തും. എന്നിട്ട് വിശദമായി സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് പിരിയാം. ഒരു കാര്യം മനസ്സിലാക്കുക, കാരണമില്ലാതെ താങ്കൾ മനസ്സ് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. മിസ്റ്റർ വാട്സൺ, എനിക്കിതൊരു സുഖമുള്ള ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ ഗ്രാൻഡ് മൺട്രോയെ വാതിൽ വരെ അനുഗമിച്ച് തിരിച്ചു വന്ന ഹോംസ് പറഞ്ഞു. എന്തു തോന്നുന്നു? എവിടെയോ ഒരു പിശകുള്ളതുപോലെ. ഞാൻ പറഞ്ഞു. അതെ, ബ്ലാക്ക് മെയിൽ തന്നെ എന്ന് തോന്നുന്നു. എങ്കിൽ ആരായിരിക്കും ആ ബ്ലാക്ക് മെയിലർ? അതവരുടെ പൂർണ്ണമായ ചിത്രം ആസ്വദിച്ച് ആ മുറിയിൽ കഴിയുന്ന ജന്തു തന്നെ. മിസ്റ്റർ വാട്സൺ,
ആ വാതിൽക്കൽ വന്ന് മറയുന്ന മുഖത്തിനൊരു പ്രത്യേക വശ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. എന്ത് കാര്യം? വെറുമൊരു ഭാവന മാത്രമാണ്. ഇത് ശരിയായാൽ എനിക്ക് അത്ഭുതം തോന്നുകയുമില്ല. ആ സ്ത്രീയുടെ മുൻ ഭർത്താവാണ് ആ മുറിയിലുള്ളത്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അവരുടെ രണ്ടാമത്തെ ഭർത്താവ് വീട്ടിനുള്ളിൽ പ്രവേശിക്കരുതെന്ന് അവർക്ക് എന്താണ് ഇത്ര നിർബന്ധം? ഞാൻ ഊഹിക്കുന്നത് ഈ വഴിക്കാണ്. ഈ സ്ത്രീ അമേരിക്കയിൽ വെച്ച് വിവാഹിതയായി. അവളുടെ ഭർത്താവ് ഏതോ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അടിമപ്പെട്ടവനായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് വല്ല മാരകരോഗവും പിടിപെട്ടെന്നിരിക്കാം. ഭീവത്സമായ ഏതെങ്കിലും രോഗം, കുഷ്ഠമോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ അയാളെ ഉപേക്ഷിച്ച് ഇവർ ഇംഗ്ലണ്ടിലേക്ക് കടക്കുന്നു. പേരുമാറ്റി പുതിയ വിവാഹ ബന്ധത്തിലേർപ്പെടുന്നു. അവർ വിവാഹിതരായിട്ട് 3 വർഷം കഴിഞ്ഞു. അവർക്കിപ്പോൾ സുരക്ഷിതത്വമായി. മരണപ്പെട്ട ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആവും അവർ മൺട്രോയെ കാണിച്ചത്. എല്ലാം ഭദ്രമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പഴയ ഭർത്താവ് അവളെ കണ്ടുപിടിക്കുന്നത്. അയാൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ബ്ലാക്ക് മെയിലിങ്ങിനായി ശ്രമിക്കുന്നു. 100 പൗണ്ട് അയച്ചു കൊടുത്ത് അയാളെ ശാന്തനാക്കാൻ അവർ ശ്രമിച്ചു നോക്കി. നോർബുറിയിൽ അയാൾ എത്തിയത് മൺട്രോയിൽ നിന്ന് പുതിയ താമസക്കാരെത്തിയ വിവരം അറിയുമ്പോൾ തന്നെ ആ സ്ത്രീ ഊഹിച്ചിരിക്കണം. ഭർത്താവ് ഉറക്കമായപ്പോൾ തന്നെ ശാന്തമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് അവർ അവിടെ ചെന്ന് കാണും. ആ ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം വീണ്ടും അവിടെ പോയത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് മൺട്രോ അവരെ കാണുന്നത്. ഇനി അവിടെ പോകില്ലെന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും അയാളെ ഭയന്നാകണം 3-ാം ദിവസവും അവർ ആ വീട്ടിൽ ചെല്ലുന്നത്. ഒരുപക്ഷെ ആ ഫോട്ടോ അയാൾ ആവശ്യപ്പെട്ടതാവാം. ഇതിനിടയ്ക്ക് മൺട്രോ മടങ്ങിയെത്തിയത് അറിയിക്കാൻ വേലക്കാരി എത്തിയ ഉടനെ വീട്ടിലുള്ളവർ അടുത്തുള്ള ഫിർത്തോട്ടത്തിൽ ചെന്ന് ഒളിച്ചിരുന്നതാവണം. അതും വേലക്കാരിയുടെ നിർദ്ദേശപ്രകാരമാവാൻ സാധ്യതയുണ്ട്. മൺട്രോ വീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് വീട്ടിനകത്ത് അയാൾ ആരെയും കാണാത്തത്. മൺട്രോ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴും അതൊഴിഞ്ഞു തന്നെ കിടക്കുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ നിഗമനത്തെക്കുറിച്ച് എന്തു പറയുന്നു വാട്സൺ? എല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷെ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് ഞാനൊരു തിയറി ഉണ്ടാക്കിയതാണ്. ഇനി പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പുനഃപരിശോധിക്കാൻ എളുപ്പമാണ്. കൂടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. നോർബറിയിൽ നിന്ന് എന്തെങ്കിലും വരട്ടെ, എന്നിട്ടാവും നമുക്ക് പ്ലാൻ ചെയ്യാൻ. ഞങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ചായ കുടി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ആ ടെലഗ്രാം വന്നു. കോട്ടേജിൽ താമസക്കാരെത്തി. ജനലേക്കരികിൽ വീണ്ടും ആ മുഖം കണ്ടു. നിങ്ങൾ 7 മണിക്കുള്ള ട്രെയിനിൽ വരുമെന്ന് കരുതുന്നു. നിങ്ങൾ വരുന്നത് വരെ ഞാനൊന്നും ചെയ്യില്ല. ഞങ്ങൾ തീവണ്ടിയിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതും മൺട്രോയെ വിളിച്ചു. അയാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മുഖമാകെ വിറങ്ങലിച്ച് ക്ഷോഭം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. അവരിപ്പോഴും അവിടെ തന്നെയുണ്ട് മിസ്റ്റർ ഹോംസ്. ഹോംസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മൺട്രോ പറഞ്ഞു. ഞാൻ അതുവഴി വരുമ്പോൾ അകത്ത് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഈ നാടകം അവസാനിപ്പിക്കണം. അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഹോംസ് ചോദിച്ചു. നിരത്തിൽ മരക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുട്ട് കയറി വന്നു. ഞാൻ അകത്തേക്ക് തള്ളിക്കയറുവാൻ തീരുമാനിച്ചു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണം, സാക്ഷികളായി. നിങ്ങളുടെ ഭാര്യയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ വകവയ്ക്കുന്നില്ല അല്ലേ? അതെ, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതെ, ഇത് തന്നെയാണ് ഉചിതമായ തീരുമാനമെന്ന് എനിക്കും തോന്നുന്നു. അനിശ്ചിതമായി നീളുന്ന സംശയത്തേക്കാൾ എത്രയോ ഭേദം അറിയുന്ന അസുഖകരമായ സത്യം തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നിയമപരമായി നമ്മൾ ചെയ്യുന്നതിന് സാധുതയില്ലെങ്കിലും. കട്ടികൂടി വന്ന ഇരുട്ടിൽ നേർത്ത മഴത്തുള്ളികൾ കൂടി വീണു തുടങ്ങിയപ്പോൾ രാത്രിക്ക് പിന്നെയും അവ്യക്തത കൈവന്നു. കുറ്റിച്ചെടികൾ കാടുപോലെ വളർന്ന നിരത്തിലൂടെ ഞങ്ങൾ ഇടവഴിയിലേക്ക് കയറിയപ്പോഴേക്കും മഴ ശരിക്കും പെയ്തു തുടങ്ങി. മുന്നിൽ അക്ഷമയോടെ മൺട്രോ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയായിരുന്നു. ഞങ്ങൾ അയാൾക്കൊപ്പം എത്താൻ പാടുപെട്ടു. ദൂരെ അയാളുടെ വീട് ചൂണ്ടിക്കാണിച്ച് മൺട്രോ പറഞ്ഞു, അതാണ് എൻ്റെ വീട്. ഇതാ ഈ കാണുന്ന വിളക്കുകൾ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന കോട്ടേജിലെയും. ഇടവഴിയിൽ നിന്ന് തിരിഞ്ഞൊരു മൂലയിലെത്തിയപ്പോൾ കോട്ടേജ് മുഴുവനായി കാണാറായി. മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നു. മുകളിലത്തെ മുറിയിൽ വെളിച്ചം കണ്ടു. അകത്ത് ജനാലയിലെ കർട്ടന് പിന്നിൽ ഒരു രൂപം നീങ്ങുന്നതായി കാണാം.